നമസ്കാരം. വീണ്ടും ട്രംപിനെ കാണുമോ? ഇതാണ് ലോക രാഷ്ട്രീയത്തിലെ പുതിയ ചോദ്യം. വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ അപമാനിച്ചു. ഡ്രസ്സിനെ കുറിച്ച് പോലും പറഞ്ഞ് അധിക്ഷേപിച്ചു. അതേസമയം ട്രംപിനും വൈസ് പ്രസിഡന്റ് വാൻസിനും ഉരുളക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞ സെലൻസ്കി ട്രംപ് വിരുദ്ധരുടെ ഓമനയായി മാറി. പക്ഷെ ഇന്ന് ലണ്ടനിൽ സെലൻസ്കി നടത്തിയ പ്രതികരണമാണ് വീണ്ടും സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയർത്തുന്നത്. അമേരിക്കയുമായുള്ള ധാതു കരാറിൽ നിന്ന് പിന്മാറില്ലെന്നും ട്രംപിനെ കണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ശ്രമിക്കുമെന്നുമാണ് സെലൻസ്കി പറഞ്ഞത്. യൂറോപ്യൻ യൂണിയൻ ആകെ പിന്തുണച്ചിട്ടും സെലൻസ്കി വീണ്ടും അമേരിക്കയിലേക്ക് തന്നെ ചായുന്നത് എന്തുകൊണ്ടാണ്? സെലൻസ്കിയുടെ ചർച്ചയുടെ ക്ഷണത്തോട് ട്രംപിന്റെ പ്രതികരണം എന്തായിരിക്കും? സെലൻസ്കി ലണ്ടനിൽ പറഞ്ഞ കാര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും വായിച്ചെടുക്കാനാകും. വളരെ ശ്രദ്ധാപൂർവം ഒരു തരത്തിലും അമേരിക്കയെ, പ്രത്യേകിച്ച് ട്രംപിനെ പ്രകോപിപ്പിക്കാത്ത തരത്തിലുള്ളതാണ് സെലൻസ്കിയുടെ വാക്കുകൾ. അതേസമയം തന്നെ പറയാനുള്ളത് പറയുകയും ചെയ്തിട്ടുണ്ട് സെലൻസ്കി. യുക്രൈൻ പ്രസിഡന്റ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനം ധാതു കരാറിൽ നിന്ന് പിന്മാറില്ല എന്നത് തന്നെയാണ്. മുമ്പ് എങ്ങനെയായിരുന്നോ അത് തുടരുക എന്നതാണ് ഞങ്ങളുടെ നയമെന്ന് സെലൻസ്കി ഒരു സംശയത്തിനും ഇടവരുത്താതെ പറഞ്ഞു. അതായത് റഷ്യയുമായുള്ള യുദ്ധത്തിൽ സഹായിച്ചതിന് പ്രത്യുപകാരമായി ട്രംപ് ചോദിച്ച അത്യപൂർവ ധാതുശേഖരം പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന കരാർ. ഇതിലൂടെ ട്രംപ് മയപ്പെടുമെന്നാണ് സെലൻസ്കി കണക്ക് കൂട്ടുന്നത്. പക്ഷേ തങ്ങളുടെ സുരക്ഷ ഇനിയും കൂട്ടാൻ അമേരിക്ക നടപടിയെടുക്കണം. കൂടുതൽ സൈനിക സഹായം ഉക്രൈൻ ആവശ്യമാണെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. എന്നാൽ റഷ്യയോടുള്ള നിലപാടിൽ അണുകിട മാറാൻ സെലൻസ്കി തയ്യാറായിട്ടില്ല. റഷ്യയോടുള്ള നിലപാട് മാറ്റാൻ എനിക്ക് സാധിക്കില്ല. റഷ്യക്കാർ യുക്രൈനുകളെ കൊല്ലുന്നു. രാജ്യവും ജനങ്ങളും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പക്ഷേ അത് നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം ആയിരിക്കണം. അത് എനിക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്, സെലൻസ്കി വ്യക്തമാക്കി. ഇതിനൊപ്പം റഷ്യയോടുള്ള അമേരിക്കയുടെ നിലപാട് വ്യക്തമാക്കാൻ ട്രംപിനോട് പരോക്ഷമായി ആവശ്യപ്പെടുന്നുമുണ്ട് സെലൻസ്കി. അതിങ്ങനെയാണ്: നമ്മുടെ സുരക്ഷ ഉറപ്പാണെന്നും സൈന്യം ശക്തമാണെന്നും നമ്മുടെ പങ്കാളികൾ ഒപ്പമുണ്ടെന്നും അറിയുമ്പോൾ മാത്രമേ ജനങ്ങൾക്ക് സമാധാനമുണ്ടാകൂ. അമേരിക്ക ഇപ്പോൾ ഞങ്ങളുടെ പക്ഷത്താണോ എന്ന് ഉക്രൈൻ ജനതയ്ക്കറിയണം. ഞങ്ങളുടെ സാഹചര്യം കഠിനമാണ്. 3 വർഷമായി യുദ്ധം ചെയ്യുന്നു. സമാധാനം ആഗ്രഹിച്ച് തന്നെയാണ് ട്രംപിനെ കാണാനെത്തിയത്. റഷ്യ തിരികെ കയ്യേറില്ലെന്ന് ഉറപ്പുവരുത്താതെ യുദ്ധം നിർത്താൻ കഴിയില്ലെന്നും സെലൻസ്കി ട്രംപിനുള്ള മറുപടി എന്നോണം പറഞ്ഞു വയ്ക്കുന്നു. അതായത് പറയാനുള്ളതെല്ലാം വ്യക്തമായി സെലൻസ്കി പറയുന്നു. അമേരിക്കയോടുള്ള സൗഹൃദത്തിലും കൃത്യമായ നിലപാട്. ധാതു കരാർ സമാധാനത്തിലേക്കുള്ള ആദ്യപടി എന്ന് പറയുമ്പോൾ അമേരിക്ക ആവശ്യപ്പെട്ടത് ഞങ്ങൾ നൽകുന്നു. ഇനി ഉക്രൈൻ ആവശ്യപ്പെട്ടത് ട്രംപ് നൽകണമെന്ന വ്യക്തമായ സന്ദേശം. ഒപ്പം താൻ ആഗ്രഹിക്കുന്നത് തുല്യ സംഭാഷണമാണെന്നും സെലൻസ്കി പറയുന്നു. വൈറ്റ് ഹൗസിൽ സംഭവിച്ചത് ഇനി പറ്റില്ല എന്ന പരോക്ഷ സൂചനയും. അതായത് പന്ത് ഇപ്പോൾ ട്രംപിന്റെ കോർട്ടിൽ. യൂറോപ്യൻ രാജ്യങ്ങളെ ആകെ ഉക്രൈന് പിന്തുണയുമായി ഒപ്പമുണ്ട്. മുൻകൈയെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും. ട്രംപുമായി നല്ല അടുപ്പം പുലർത്തുന്ന നേതാവാണ് സ്റ്റാമർ. മാക്രോണിനും ട്രംപിനോട് നിലവിൽ പ്രശ്നങ്ങളില്ല. ഉക്രൈന് പിന്തുണ നൽകിയപ്പോഴും സെലൻസ്കിക്ക് നേരിട്ട അപമാനത്തിൽ ട്രംപിനെതിരെ രൂക്ഷ വിമർശനത്തിന് യൂറോപ്യൻ രാഷ്ട്രത്തലവന്മാർ മുതിർന്നില്ല എന്നതും ശ്രദ്ധിക്കണം. അതായത് ട്രംപിനെ പിണക്കാതെ സെലൻസ്കിയെ പിന്തുണയ്ക്കുക. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ഇപ്പോഴുള്ളതുപോലെ നിലനിർത്തുക. ഇതിനെല്ലാം വേണ്ടി തന്നെയാണ് ക്രൈസിസ് യോഗം സ്റ്റാമർ വിളിച്ചത്. എന്തായാലും സെലൻസ്കി ഇപ്പോഴും വരുതിയിൽ തന്നെയാണ്. കൈവിട്ടു പോയാൽ അവസരം കാത്തിരിക്കുന്ന ചൈനയെ യൂറോപ്യൻ രാഷ്ട്രത്തലവന്മാർക്കും അമേരിക്കയ്ക്കും നന്നായി അറിയാം. ഉക്രൈനിലെ അപൂർവ ധാതുശേഖരത്തിലാണ് ചൈനീസ് കണ്ണും. അതുകൊണ്ട് തന്നെ പ്രശ്നം പറഞ്ഞു തീർക്കണം. ട്രംപും സെലൻസ്കിയും വീണ്ടും കൂടിക്കാഴ്ച നടത്തണം. ഇതാണ് യൂറോപ്യൻ രാഷ്ട്രത്തലവന്മാരുടെ മനസ്സിലുള്ള ഒത്തുതീർപ്പ് ഫോർമുല. എന്നാൽ സെലൻസ്കി മാപ്പ് പറയണമെന്ന നിലപാട് മാറ്റാതെ നിൽക്കുന്ന ട്രംപാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി.